ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോളീസ് പ്ലാന്റ്സുകളാണ് പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻ ഉണ്ട്. ഞാനൊരു 20 വെറൈറ്റി FB ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടിയോട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആകെ കുറച്ച് വെറൈറ്റികളെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി, ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഒറ്റ നോട്ടത്തിലെല്ലാം ഒരേപോലെ തോന്നിയാലും എല്ലാം വളരെ വ്യത്യസ്തതയുള്ള ലീഫുകളാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റിയാണ്. കണ്ടോ, നമുക്കൊരു ചെറിയ കമ്പ്, ഇത്രയുള്ളൊരു ചെറിയ കമ്പ് നമ്മൾ പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് വലിയ പ്ലാന്റായിട്ട് ബോർഡറായിട്ടൊക്കെ വെക്കാം. അതായത് ഒരു 5 ചട്ടിയിൽ ഒരേ പ്ലാന്റ് തന്നെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് കേട്ടോ. അതാണ് ഈ കോളീസിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പോട്ടിൽ വെച്ച് അത് മെച്ചുവേർഡാകുമ്പം വലിയ പോട്ടിലേക്ക് മാറ്റും. പിന്നെ ഇത് ഒരുപാട് വലുതാകുമ്പോഴാണ് നമ്മളിത് കമ്പ് കുത്തി പിടിപ്പിച്ചിട്ട് പുതിയ പ്ലാന്റുകൾ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഇതിപ്പം ചെറിയ പോട്ടിലാണ്. ഇതെല്ലാം നമ്മൾ കുറച്ച് വലുതാകുമ്പം ഇതെല്ലാം നമ്മളിപ്പോൾ പുതിയത് വാങ്ങി വെച്ചോളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. പൂക്കളേക്കാൾ മനോഹരമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് കോളീസ്, ഇത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് കണ്ടോ സൂപ്പറായിട്ടില്ല കാണാനായിട്ട്. ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റ് ആകുമ്പം കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിൽ നിന്ന് സ്പ്രെഡായിട്ട് വേറെ പ്ലാന്റ്സുകൾ വരികയും ചെയ്യും. കട്ട് ചെയ്ത പ്ലാന്റ് നമുക്ക് വേറൊരു ചെറിയ ചട്ടിയിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് അത് വലുതാകുമ്പം വലിയൊരു പോട്ടിലേക്കാക്കി അങ്ങനെയാണ് നമ്മൾ ഈ കോളീസ് നിറയെ നമ്മൾ ആക്കിയെടുക്കുക കേട്ടോ. ഇത് കണ്ട്, ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ പോട്ടിലാണുള്ളത്. ഇത് നമ്മളിനി ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും, വലിയൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് സാധാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മണ്ണും കുറച്ച് ചാണകപ്പൊടിയും മാത്രം മതി കേട്ടോ. പിന്നെ ഇതിന് ചാണകത്തിൻ്റെ തെളിനീരൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതങ്ങ് നന്നായി ഒരുപാടങ്ങ് വളരും കേട്ടോ. ഈ പ്ലാന്റ് ഒരുപാട് കെയറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. നല്ല വെയിലത്ത് നമുക്കിത് വെക്കാം. ഇപ്പം ഞാനിത് വെച്ചിരിക്കുന്നത് തണലത്താണ് കേട്ടോ. തണലത്തെന്ന് പറഞ്ഞാൽ നമുക്ക്, എൻ്റെ വീട് ഇവിടെ പാലക്കാടാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് നമുക്ക് ഇവിടെ ബോഗൺവില്ല വരെ കരിഞ്ഞു പോകുന്നൊരു ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് തണലത്തേക്ക് മാറ്റി വെച്ചത്. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതും ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കോളീസ് ചെടികൾ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഈ കോളീസിൻ്റെ സെയിൽ ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് ഞാൻ താമര സെയിലിലേക്കൊക്കെ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ കേട്ടോ. അപ്പം ശരിക്കും എന്നെ ഈ ചെടിയുടെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത് ഈ കോളീസാണ് കേട്ടോ. കോളീസിൻ്റെ ഈ കട്ടിങ്സ് വിറ്റിട്ട് ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ഈ പുതിയൊരു ചാനൽ ചെടികളുടെ കുറച്ച് കളക്ഷൻ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനും അതിൻ്റെ കെയറിങ്ങും അത് നട്ടുപിടിപ്പിക്കുന്ന രീതിയും ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ അപ്ഡേഷൻ തരാമെന്ന് വിചാരിച്ച്. അപ്പം ഇതാണ് എൻ്റെ കോളീസ് കളക്ഷൻ. ഇതെല്ലാം നമ്മളിനി വലിയ പ്ലാന്റാക്കി നട്ടുപിടിപ്പിച്ച് തൈകളാക്കിയതിന് ശേഷം നമ്മൾ സെയിൽ പോസ്റ്റൊക്കെ ഇതിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻസും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഇപ്പോൾ കോളീസ് ഉള്ളവരെല്ലാം ആർക്കെങ്കിലും കട്ടിങ്ങൊക്കെ സെയിൽ ചെയ്യാനുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. നല്ല ഹെൽത്തിയായ കട്ടിങ്സ് ആണെങ്കിൽ ഞാൻ വാങ്ങുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കാത്ത വെറൈറ്റിയൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഞാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ.